Welcome to Flavors of India. Cockatoo family varieties കാണുകയാണ്. ലാർജസ്റ്റ് ബേർഡ്, സ്മോളസ്റ്റ് ബേർഡ്, ഭയങ്കര ക്യൂട്ട് ബേർഡ്സ് ആണ്. നല്ല രസമാണ് അവനെ കാണാൻ. ഇത് വേറെ സെക്ഷനിലേക്ക് മാറുകയാണ് നമ്മൾ. ഇത് വേറെ ആരോ ആണ് കേട്ടോ, മേളിലിരിക്കുകയാണ്. ഗ്രേറ്റ് ബ്ലൂ ടുറാക്കോ, ബൊളീവിയ എന്ന് വന്ന ആളാണ്. അവൻ്റെ ഒരു പ്രത്യേക എക്സ്പ്രഷൻ നോക്കിയിട്ട് ഈ തൊണ്ടയുടെ അവിടെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ തലയുടെ മുകളിലൊരു ഒരു ക്രൗൺ മാതിരി, കോഴിയുടെ പൂ മാതിരി, പിങ്ക് യെല്ലോ കളറിലെ ബീക്കാണ്. ഗ്രേറ്റ് ബ്ലൂ ടുറാക്കോ എന്നാണ് പേര്. ഗുഡ് ലക്ക് ടോക്കൺസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അവൻ്റെ ടെയിൽ ഫെദേഴ്സ്, അവൻ്റെ വാലിൻ്റെ ഒരു എന്താ പറയുക, വാല് കിട്ടുകയാണെങ്കിൽ, വാലിൻ്റെ ഒരു തൂവൽ കിട്ടുകയാണെങ്കിൽ അതൊരു ഭയങ്കര ഒരു ലക്കാണെന്നാണ് പറയുന്നത്. അത്രയും വലിയ പ്രഷ്യസാണ്. ബൊളീവിയയിൽ നിന്ന് വരുന്നു. 50 വയസ്സ് വരെ ജീവിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ അതിശയം തോന്നുന്നു. ഈ ചെറിയ ചെറിയ ബേർഡ്സിൻ്റെയൊക്കെ ഒരു ലൈഫ് സ്പാൻ മനുഷ്യരെ പോലെ 50-60 വയസ്സ് വരെയൊക്കെ ജീവിക്കാമെന്ന് പറഞ്ഞാൽ ഇത്രയും ചെറിയ ബേർഡ്. ഇവന്മാരെല്ലാം വിദേശികളാണ്. ഇവരാരും ഇവിടെ ഉള്ളവരല്ല. ബൊളീവിയ, ഓസ്ട്രേലിയ, ആഫ്രിക്ക, ഇന്തോനേഷ്യ, ആഹാ, എത്ര ഡിഫറെൻറ്റ് പ്ലേസസ്. അപ്പോൾ ഇതൊരു വലിയ ലോകമാണ്. നമ്മളിപ്പോൾ കാണുന്നൊരു എന്താ പറയുക, ഒരു ഇൻ്റർനാഷണൽ സിനാരിയോ ആണ്. പല രാജ്യങ്ങളുടെ റെപ്രസെൻറ്റേഷനാണ് ഈ ബേർഡ്സിൻ്റെ കാര്യത്തിൽ. ഇത് മറ്റൊരു ടുറാക്കോ ഫാമിലിയിലെ ബേർഡാണ്. ഇവൻ്റെ പേര് ലേഡി റോസസ് ടുറാക്കോ എന്നാണ്. ഇതിൽ മെയിൽസിനും ഫീമെയിൽസിനും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ആ ചുണ്ടിൻ്റെ കളർ വെച്ചിട്ടാണ് ആ വ്യത്യാസം. മെയിലിനാണെങ്കിൽ ഒരു കളറ്, പെൺകുട്ടികൾക്കാണെങ്കിൽ ഗ്രീനിഷ്, ഒരു പച്ച നിറത്തിലെ ചുണ്ടാണ്. അപ്പോൾ ഇവർ 3 പേരും പെണ്ണുങ്ങളാണെന്നാണ് തോന്നുന്നത്. എന്തൊരു ഭംഗിയല്ലേ. ടുറാക്കോ വെറൈറ്റിയാണ്. ഇവൻ സെൻട്രൽ ആഫ്രിക്കയിൽ നിന്നും വരുന്നു. 5 മുതൽ 10 വയസ്സ് വരെ ജീവിതമുള്ളൂ. 10 വയസ്സാണ് മാക്സിമം, വയസ്സായി മരിക്കും. സെൻട്രൽ ആഫ്രിക്ക. സോ ബ്യൂട്ടിഫുൾ അല്ലേ. ബ്ലാക്ക് ആണെങ്കിലും അതിനൊരു പ്രത്യേക അഴകാണ്. അതിൻ്റെ തലയുടെ മുകളിലൊരു ബ്രൗൺ കളറിലൊരു ക്രൗണ്, യെല്ലോ കളറിലെ ഒരു ഗ്രീൻ യെല്ലോ കളറിലെ ബീക്ക്. ഒരു വെറൈറ്റി ബേർഡ്. ഇവൻ്റെ പേരാണ് ബ്ലാക്ക് നെക്ഡ് അരക്കാരി. അരക്കാരി എന്നാണ് പേര്. ബ്ലാക്ക് നെക്ഡ് അരക്കാരി. ഈ വേർഡ് പോർച്ചുഗീസ് വേർഡാണ്. മീൻ സ്മോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പോർച്ചുഗീസിൽ അരസാരി എന്ന് പറഞ്ഞാൽ സ്മോൾ എന്നാണ്. അപ്പോൾ അതിൽ നിന്നും ഉത്ഭവിച്ചതാണ് ഈ അരക്കാരി എന്നുള്ള പേര്. ഇവൻ്റെ ഒറിജിൻ സൗത്ത് അമേരിക്ക. 15 മുതൽ 20 വയസ്സ് വരെ ജീവിക്കും. ഇങ്ങനെ മനോഹരികളായ കിളികളെ കണ്ട് നടക്കുന്നതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ബേർഡ് വാച്ചിങ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഒരു പാഷനാണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്കിഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ ഒരു വൈവിധ്യം എന്ന് പറയുന്നത്, ഇവരാരും തന്നെ ഇന്ത്യൻ ഒറിജിനല്ല, ഒക്കെ തന്നെ ഇൻ്റർനാഷണലാണ്. പല രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്. അതിൻ്റെ ഒരു കൗതുകം വേറെ. പേര് റെഡ് ബിൽ ടൗക്കൻ എന്നാണ്. ഇറ്റ് ഈസ് ബ്രൈറ്റ്ലി കളേർഡ് വിത്ത് എ ഹ്യൂജ് ബിൽ. ഒരു വലിയ ചുണ്ടൊക്കെയാണ് അവന്. ബ്രൈറ്റ്ലി കളേർഡാണ്. ഇവൻ്റെ ഒറിജിനും സൗത്ത് അമേരിക്കയിൽ നിന്ന് വന്ന ആളാണ്. 18 to 20 ഇയേഴ്സാണ് ലൈഫ് സ്പാൻ. അതും ഭയങ്കര ഭംഗിയാണ്. നല്ല വലിയ ബീക്സാണ്. ബിഗ് ബീക്സ്. ഒരു വുഡ് പാക്കർ മാതിരി വലിയ വലുത്.
ബ്ലാക്ക് കളർ മൾട്ടി കളേർഡ് ഫേസ്, വൈറ്റ് ബ്ലൂ, മനോഹരി. ഇതാണ് ചാനൽ ബിൽഡ് ടൗക്കൻ. അവൻ്റെ പേരാണ് ചാനൽ ബിൽഡ് ടൗക്കൻ. നല്ല മൾട്ടി കളേർഡാണ്, വലിയ ചുണ്ടുകൾ, വലിയ ബീക്സാണ്. ഒറിജിൻ അമേരിക്ക. ലൈഫ് സ്പാൻ 25 മുതൽ 30 വർഷം വരെ ജീവിച്ചിരിക്കും. നോക്കൂ കഴുത്തിൻ്റെ അവിടെ യെല്ലോ ബീക്സ്, ബ്ലൂ കളറിലെ ഫേസ്. അതേ കൂട്ടിനകത്ത് കയറി. ഇനി കാണാൻ പോകുന്ന കൂട്ടിലുള്ളത് ലാർജസ്റ്റ് ടൗക്കൺസ് ഇൻ ദ വേൾഡാണ്. ആ ഒരു ടൗക്കൺസ് എന്നുള്ള ആ ഒരു ടൗക്കൺ കാറ്റഗറിയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ബേർഡാണ്. വലിയ ബീക്കാണ്, കണ്ടില്ലേ? ഓറഞ്ച് യെല്ലോ ബീക്ക്. ഇവൻ്റെ ഒറിജിൻ ഇസ് സൗത്ത് അമേരിക്ക ആൻഡ് ലൈഫ് സ്പാൻ ഇസ് 15 to 20 years. 15 മുതൽ 20 വയസ്സ് വരെ ജീവിക്കും. ബിഗ്ഗസ്റ്റ് ലാർജസ്റ്റ് ടൗക്കൺ സ്പീഷീസിലുള്ള ബേർഡാണ്. സൗത്ത് അമേരിക്കൻ ടൗക്കൺ. ടോക്കോ ടൗക്കൺ എന്നാണ് അവൻ്റെ പേര്. എന്ത് ഭംഗിയല്ലേ, വലിയ ഒരു ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ പോലെ തോന്നുന്നു. എൻ്റെ ചുണ്ടെല്ലാം കണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാതിരി. എന്ത് നല്ല ഭംഗിയുള്ളൊരു ബീക്കാണ്, നല്ല ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നോയ്സി ബേർഡാണ്. സി ഇറ്റ്സ് എ ബിഗ്ഗസ്റ്റ് ടൗക്കൺ. ഇനി നമ്മൾ കാണാൻ പോണ മക്കാവു എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് പാരറ്റ്സിനെയാണ്. ഇത് അമേരിക്കൻ ഒറിജിനാണ്. കണ്ടില്ലേ, ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കണ്ടില്ലേ, വലിയ ബേർഡാണ്, ഭയങ്കര ഷ്രിൽ വോയിസ് ആണ്. അവരുടെ ശബ്ദം അവർ വിളിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പേടിക്കും. ഭയങ്കര കുഞ്ഞുങ്ങൾ കരയുന്ന പോലെയാണ്, ഭയങ്കര ശബ്ദം. കുട്ടികൾക്ക് പേടിയാവുന്ന അത്രയും വലിയ ഒച്ചത്തിൽ കിടന്ന് വിളിക്കും. മക്കാവൂസ് അതിൻ്റെ വെറൈറ്റീസാണ്. ഇതേ നോക്കൂ ഒരു ഭയങ്കര സാധനം നോക്കൂ. അയ്യോ, ഇത് ലാർജ് പാരറ്റാണ്, മീഡിയം സൈസ്ഡ് മക്കാവു ആണ്. മിലിറ്ററി മക്കാവു എന്നാണ് ഇതിൻ്റെ പേര്. 50 വയസ്സ് വരെ ജീവിക്കും. സ്പീഷീസിൽ എമംഗ് ദ ലാർജസ്റ്റ് ആണ്. കുറച്ച് വലിപ്പമുള്ള കൂട്ടത്തിലാണ്. ഗ്രീൻ വിങ്ഡ് മക്കാവു എന്നാണ് ഇവൻ്റെ പേര്. ഇവനെ റെഡും ഗ്രീനും കളർ മിക്സ് ചെയ്ത് വരുന്നതാണ് മക്കാവൂസ്. ബ്ലൂ ഗോൾഡ് മക്കാവു. ലൗഡ് ആൻഡ് ചെയർഫുൾ ആണ്, ഭയങ്കര ഒച്ചയാണ് ഇവർക്ക്. സൗത്ത് അമേരിക്കയാണ് ഒറിജിൻ. 50 വയസ്സ് വരെ ജീവിക്കും. വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആണ്. മക്കാവോ ഫാമിലിയിലെ സുന്ദരനും സുന്ദരിയുമാണ്. അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബേർഡാണ്. സിൽവർ പെസൻറ്റ് എന്നാണ് അതിൻ്റെ പേര്. ചൈനയാണ് അതിൻ്റെ ഒറിജിൻ. കണ്ടു കഴിഞ്ഞാൽ അത് ആണാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. മെയിലിനാണ് സൗന്ദര്യം. ഒരു പീകോക്കിനെ പോലെ വളരെ മെജസ്റ്റിക് ലുക്കാണ്. പക്ഷേ ഫീമെയിൽ അത്ര ഭംഗിയുണ്ടാവില്ല. സിൽവർ പെസൻറ്റ്. ഇത് മറ്റൊരു മനോഹരിയായ പക്ഷിയാണിത്. ഇതിൻ്റെ പേരാണ് ഗോൾഡൻ പെസൻറ്റ്. മെയിൽ ഭയങ്കര കളർഫുള്ളാണ്. ലോങ് ടെയിൽ ഫെദർ. ഒറിജിൻ ചൈന. 20 വയസ്സ് വരെ ജീവിക്കാം. ഈ എന്ത് ഭംഗിയാണ്, എന്ത് ഭംഗിയാണ് അറിയാമോ ഇവിടുത്തെ ബേർഡ്സിനെയൊക്കെ കാണാൻ. ചൈന, അമേരിക്ക, ആഫ്രിക്ക, എനിക്ക് പറയാൻ വാക്കുകളില്ല. ഇഷ്ടം പോലെ അതിമനോഹരിയുള്ളത്. ഇത് ഭയങ്കര ക്യൂട്ട്. ബ്ലൂ ക്രൗൺ പീജിയൻ. ഇത് കണ്ടിട്ട് പോലും ഇല്ല ഇങ്ങനെ ഒരു കാര്യത്തിനെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ബ്ലൂ ക്രൗൺ പീജിയൻ ആണ്. ചൈനയാണ് ഒറിജിൻ. ചുമന്ന കണ്ണുകൾ, തലയുടെ മേളിൽ ഒരു ക്രൗൺ പോലെ ബ്ലൂ കളറിലെ ഫെതേഴ്സ്. അയ്യോ എന്ത് ഭംഗി. പീകോക്കിനെ പോലൊരു കാര്യം. ബ്യൂട്ടിഫുൾ മെമ്പർ ഓഫ് ദ പീജിയൻ ഫാമിലി. ഇത് പ്രാവിൻ്റെ ഫാമിലിയിലെ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു പക്ഷിയാണ്.
ഇതിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 15 മുതൽ 20 വയസ്സ് വരെ ജീവിക്കും. കണ്ടില്ലേ, ഇത് ശരിക്കും പ്രാവിൻ്റെ ഫാമിലിയാണ്. പക്ഷേ ഇറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ. പ്രാവുകളുടെ കൂട്ടത്തിലെ ഒരു മഹാറാണിയാന്ന് പറയാം. ബ്ലൂ ക്രൗൺ പീജിയൻ, ചൈനീസ് ഒറിജിൻ, ചൈനക്കാരിയാണ്. ഇപ്പോൾ ഭംഗിയല്ലേ പ്രാവിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനൊരു കാര്യം. ബ്ലൂ ക്രൗൺ പീജിയൻ, നൈസ്. അങ്ങനെ ഈ എൻക്ലോഷറിൻ്റെ ഭാഗത്തു നിന്ന് അവിടെ രാമച്ചം കൊണ്ടുള്ള കേർട്ടൻസ് നിറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്, പ്ലസ് അവിടെ മിസ്റ്റ് കൊടുക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. ഇനി ഇവിടെ ഫ്രീ റേഞ്ച് ബേർഡ്സ് ആണ്. ഇവിടെ ഒരു വലിയ ഒരു ഗ്രീൻ ഹൗസ് പോലെ ഉണ്ടാക്കിയിട്ട് ഫ്രീ ആക്കി വിട്ടിരിക്കുകയാണ് ബേർഡ്സിനെ. ചിലപ്പോൾ അത് നമ്മുടെ ദേഹത്ത് വന്നിരിക്കും, തലയിൽ വന്നിരിക്കും, ദേഹത്ത് അത് കാഷ്ടിക്കും, എന്ന് വേണമെങ്കിലും സംഭവിക്കാം. ഫ്രീ റേഞ്ച് ബേർഡ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബട്ടർഫ്ലൈസിനെ വിട്ടേക്കുന്ന പോലെ വിട്ടിരിക്കുവാണ്. ഇത് ലോറിക്കിറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ഓഫ് ബേർഡ്സ് ആണ്. ലോറിക്കിറ്റ്സ്, ലോറീസ് എന്ന് പറയാം. അതിൻ്റെ തന്നെ 13 വെറൈറ്റീസ് ഉണ്ട്. ഓരോന്നിനും ഓരോ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഇത് റെഡ് ലോറിയാണ്, അവരുടെ പേരാണ്. രണ്ടാളും കൂടെ ചെടിയുടെ ഇടയിൽ കയറി ഇരിക്കുവാണ്. റെഡ് ലോറി, ലോറി കീറ്റ്സ് എന്നാണ് പറയുന്നത്. എന്തൊരു ഫ്രണ്ട്ലി ബേർഡ്സ് ആണ് നോക്കുക, വളരെ കൂളായിട്ടിരിക്കുകയാണ്. ഇത് പേരാണ്, ഗ്രീൻ വെറൈറ്റി ഓഫ് ലോറി കീറ്റ്സ്. ഇത് റെഡ് വെറൈറ്റി ഓഫ് ലോറി കീറ്റ്സ്. അവന്മാരങ്ങനെ ചെടിയുടെ ഇടയിലേക്ക് ഇറങ്ങിയിരിക്കുവാണ്. റെഡും ബ്ലൂ, വയലറ്റ് ബ്ലൂ എല്ലാം കൂടെ ഒരു മിക്സ്ഡ് കളർ. 13 വെറൈറ്റീസാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിങ്ങനെ മരങ്ങളിലും ചെടികളിലൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. സന്തോഷം. ലാറി കിഡ്സിൻ്റെ കിഡ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു കാറ്റഗറിയുടെ വെറൈറ്റീസ് ആണിത്. ഇവൻ റെഡാണ്, പക്ഷേ ഇവൻ്റെ കഴുത്തിൽ ഒരു യെല്ലോ ബിബ് ഉണ്ട്, യെല്ലോ കളറിലെ ഒരു മാർക്ക്. അത് വേറൊരു റെഡ് ആൻഡ് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ലാറി കിഡ്സ് എന്നല്ലേ ഇരിക്കുന്നത്. നോക്കും എല്ലാവരും. ഫ്രീ റേഞ്ച് ബേർഡ് പാർക്കിനകത്തൂടെ നടക്കണം. ഇവിടെ ഇങ്ങനെ ബേർഡ്സ് എല്ലാം ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുകയാണ്. കുറേ മരങ്ങളുണ്ട്, ചെടികളുണ്ട്. അവരുടെ ചെറിയ ചെറിയ എന്താ പറയുക, വുഡൻ കൂടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എവിടെ വേണമെങ്കിലും ഇരിക്കാം, നടക്കാൻ പോകാം, ഒക്കെ ചെയ്യാം. പിന്നെ ഈ റൂഫിൻ്റെ ഭാഗത്തെല്ലാം ഇങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. ഫ്രീഡം കിട്ടിയ മാതിരിയാണ്. ഭയങ്കര പറന്ന് നടക്കാം, ഒരു രസമാണ്. പക്ഷെ വേണമെങ്കിൽ നമ്മുടെ തോളത്തൊക്കെ വന്നിരിക്കും കേട്ടോ. കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ആന്ധ്ര സ്പെഷ്യാലിറ്റി നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നത് ഷെഫ് സാഗറാണ്. അദ്ദേഹം നമ്മളെ ഓൾറെഡി ഇവിടുത്തെ കോർപ്പറേറ്റ് ഷെഫ് പങ്കജ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഷെഫ്, ആക്ച്വലി യു ആർ ഫ്രം വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ? Basically, I am from Odisha. Odisha. I was staying in Bhubaneswar. But last 3 years I was in Hyderabad. Before that? Before that I was in Gulf, in Qatar. And so
So a lot of experience. 6-7 years in Gulf. What is your stronghold, strong area? Actually, I'm basically good in Indian and continental also. Indian and Conti. Okay. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഷെഫാണ്. Last 3 years I'm in Hyderabad, so I have had a lot of interest in ഹൈദരാബാദി cuisines. ഓക്കെ ആൻഡ് ആന്ധ്ര എവറിത്തിങ്. ഓക്കെ. അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ ഒരുപാട് എക്സ്പോഷർ ഉള്ള ആളാണ്. പല ഹോട്ടൽസിലും ഷെഫ്സായിട്ട് എക്സിക്യൂട്ടീവ് ഷെഫായിട്ട് ഇരുന്നിട്ട് ഇപ്പോൾ 3 വർഷമായിട്ട് ഇപ്പം ഹൈദരാബാദിലാണ്. ഇപ്പോൾ ഇവിടെ രാമോജിയിൽ ആൻഡ് ഡോൾഫിൻ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ്. ആൻഡ് ഇപ്പോൾ ഹീ ഈസ് ഇൻ ചാർജ് ഓഫ് സിത്താര, ഹോട്ടൽ സിത്താര. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെയല്ലേ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നല്ല രുചികരമായ ഭക്ഷണമാണ് ഇപ്പോൾ 3 നേരം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ബുഫീസിലും അല്ലാതെ അലക്കാട്ടായിട്ടും പിന്നെ റൂം സർവീസും ഒക്കെ നന്നായിട്ട് നല്ല ഫുഡാണ് ഇവിടുത്തെ. അപ്പോൾ ഷെഫ് ഇപ്പോൾ നമുക്ക് വേണ്ടത് ആന്ധ്ര ഫുഡാണ് അല്ലെങ്കിൽ ഹൈദരാബാദി ഫുഡാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ ഹൈദരാബാദി സ്റ്റൈൽ ആണ് നമ്മൾ കണ്ട ഭക്ഷണമല്ല. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ആന്ധ്ര സ്പെഷ്യാലിറ്റീസിലേക്ക് പോയത്. ആൻഡ് ഷെഫ് പ്ലാൻ ചെയ്യുന്നത് ഇന്ന് എന്താണെന്ന് നമുക്ക് ചോദിക്കാം. ഷെഫ്, വാട്ട് ആർ യു പ്ലാനിങ് ഫോർ 2 days? Ma'am, today we are planning to give you Nellore Chippal Pulusu. Nellore Chippal Pulusu. Chappal Pulusu. Chappal Pulusu means it's Chappalu is basically in Telugu we call fish. മത്സ്യത്തിന് ഇവിടെ പറയുന്നത് ചപ്ലു എന്നാണ് ഈ തെലുങ്കിൽ. ചപ്ലു. പുളുസു മീൻസ് ഇറ്റ്സ് എ കറി, മീൻ കറി. അപ്പോൾ നെല്ലൂർ ഭാഗത്തുള്ള ഇറ്റ്സ് എ നെല്ലൂർ. Nellore is basically it's very famous in Nellore. It is almost all in Andhra. Nellore is a place. On that place name it is best. ഓക്കെ. അപ്പം ആന്ധ്ര ഡിഷ് ആണെങ്കിൽ ഇത് നെല്ലൂർ ഭാഗത്താണ് ഇത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരിപ്പോൾ നെല്ലൂർ ചിപ്പിൾ പുളിസു എന്നാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡിയാണ്. മീനാണ് 1/2 kg ഫിഷ്. ഓക്കെ. പച്ച മാങ്ങ ഇടുന്നുണ്ട്. പിന്നെന്താ, ടൊമാറ്റോ പേസ്റ്റ് ഉണ്ട്, ടൊമാറ്റോ അരിഞ്ഞതുണ്ട്, പച്ചമുളകുണ്ട്, സവാളയുണ്ട്, ജീരകം, കടുക്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ടേമറിക് അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറിവേപ്പില, എല്ലാ കാര്യങ്ങളും ഉണ്ട്, എണ്ണ, ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ആദ്യം ഐ തിങ്ക് യു വിൽ മാരിനേറ്റ് ദ ഫിഷ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു മാരിനേഷൻ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, കുറച്ച് പുളി പിഴിഞ്ഞത്, പേസ്റ്റ് രൂപത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ചാറൊഴിച്ചാലും മതി എന്നാണ് പറഞ്ഞത്. ഇഞ്ചി വെളുത്തുള്ളിയുടെ ജ്യൂസ് അല്ലെങ്കിൽ പേസ്റ്റ് കുറച്ച്, പിന്നെ കുറച്ച് പുളി, കുറുകിയ പുളി വെള്ളം ഇച്ചിരി ചേർത്തു, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു, ഉപ്പ്, ദാറ്റ്സ് ഓൾ. ഓക്കെ. ഇനി ഇത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുകയാണ് 15 മിനിറ്റ്. അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. അതിന് മുമ്പ് ഗ്രേവി തയ്യാറാക്കാം. ഗ്രേവി തയ്യാറാക്കിയിട്ട് മാരിനേറ്റഡ് ഫിഷ് അതിനകത്തേക്ക് ഇടും. അപ്പം ഇനി ഗ്രേവി തയ്യാറാക്കി തുടങ്ങാം. ആദ്യം കുറച്ച് എണ്ണ, 1.5 ടേബിൾ സ്പൂൺ വരെ ആകാം. എണ്ണ ചൂടായാൽ ആദ്യം കടുക് താളിക്കും. കറി ലീവ്സ്, ഒരു സവാള ചെറുതായി അരിഞ്ഞത്. അപ്പോൾ സവാളയും കൂടി ചേർത്തു. സവാളയുടെ നിറം മാറുന്ന വരെ ഒന്ന് വഴറ്റുന്നു. ആൻഡ് യു ആർ ഗോയിങ് ടു ആഡ് ഗ്രീൻ ചില്ലീസ്, പച്ചമുളക്, പച്ചമുളക്. ഇനി ചേർക്കാൻ കാര്യങ്ങളുണ്ട്. പിന്നെ എന്താ പറയുക, പുളിയുണ്ട്, ടൊമാറ്റോ അരച്ചതുണ്ട്, അരിഞ്ഞതുണ്ട്. ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത് ഒരെണ്ണം, ഒരു വലുത്. 2 ടൊമാറ്റോ അരച്ചത്, പ്യൂറി ചെയ്തത്. അപ്പോൾ ടൊമാറ്റോ പ്യൂറി പറഞ്ഞാൽ ടൊമാറ്റോ 2 എണ്ണം ബ്ലാൻഡ് ചെയ്ത് തിളച്ച വെള്ളത്തിലിട്ട് തൊലി കളഞ്ഞിട്ട് അടിച്ചെടുത്തതാണ്. അതും ചേർത്തു. ഒരു ടൊമാറ്റോ ചോപ്റ്റോ ചേർത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാൻ പോകും. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. കുറച്ച് മുളക് പൊടി 1 ടേബിൾ സ്പൂൺ വരെ ആകാം, പുളി എരിവനുസരിച്ചിട്ട്. അപ്പോൾ ഒരു കുറുകിയൊരു മസാലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സവാള വാടിക്കഴിഞ്ഞിട്ട് നിറം മാറാൻ തുടങ്ങുമ്പോൾ ഒരു ടൊമാറ്റോ അരിഞ്ഞത്, 2 ടൊമാറ്റോ ബ്ലാൻഡ് ചെയ്ത് പ്യൂറി ചെയ്തതും ചേർത്തു. അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തു, മുളക് പൊടി ചേർത്തു. മുളക് പൊടി അക്കോർഡിംഗ് ടു ടേസ്റ്റ് ആണ്. ബട്ട് ഈസ് ദിസ് എ സ്പൈസി ഡിഷ്? Generally. Normally it's a spicy and sour dish. Okay. പുളിയും എരിവും രണ്ടും ബാലൻസ് ചെയ്യുന്നൊരു വിഭവമാണ്. അതുകൊണ്ട് തന്നെ മുളക് പൊടി എനിക്ക് 1 ടേബിൾ സ്പൂൺ വരെ ആകാം. അപ്പോൾ ഈ ടൊമാറ്റോയുടെ പുളിയൊന്നും പോരാഞ്ഞിട്ടതേ നമ്മൾ പച്ച മാങ്ങയും കൂടി അതിനകത്തേക്ക് ചേർക്കണം. പച്ചമാങ്ങ ചേർത്തു. ഇനി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കട്ടെ. ഇനി പുളിയും ചേർക്കും. അപ്പോൾ ഈ ഒരു വിഭവം എന്ന് പറഞ്ഞാൽ പുളിയും എരിവും നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. പുളിസു ഞാൻ ചാറ് കറിയാണ്. ആ ചാറ് കൊണ്ട് തന്നെ ചോറുണ്ണാൻ സാധിക്കണം. അതാണ്. മസാല റെഡിയായി. കുറച്ച് വെള്ളം ഒഴിക്കാൻ പോകുന്നു. സാധാരണ കറികൾ ഉണ്ടാക്കുമ്പോൾ വെള്ളം ചേർക്കുന്ന സ്റ്റേജ് വരുമ്പോൾ
തണുത്ത വെള്ളത്തിന് പകരം സാധാരണ വെള്ളത്തിന് പകരം ചൂടുവെള്ളം ഒഴിക്കണം എന്നാണ് ഷെഫ് പറയുന്നത്. അത് വളരെ കറക്റ്റാണ്. കാര്യം ടെമ്പറേച്ചർ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. നല്ല ചൂടുള്ളൊരു എന്താ പറയുക ചേരുവകളുടെ കൂട്ടത്തിലേക്ക് തണുത്ത വെള്ളം എടുത്ത് ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ സാധാരണ വെള്ളം ഒഴിക്കുമ്പോൾ അത് പെട്ടെന്ന് ആ ടെമ്പറേച്ചർ ഡൗൺ ആവും. ഹോട്ട് വാട്ടർ മീൻസ് ആ ഒരു സെയിം കൺസിസ്റ്റൻസിയിൽ കാര്യം പോകും. ആ ടെമ്പറേച്ചറിന് ഒരു വ്യതിയാനവും വരുന്നില്ല. സോ ദാറ്റ്സ് എ വെരി ഗുഡ് ടിപ്പ് ആക്ച്വലി. ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് വെള്ളം ചേർക്കേണ്ടി വരുമ്പോൾ. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങൾ ഇടുന്നു. മാറിനേറ്റഡ് ഫിഷ് മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണം. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളും കൂടി ഇനി ആ ഗ്രേവിയിലേക്ക് ഇറങ്ങും. അപ്പം ഇനിയിപ്പോൾ പുളി ചേർക്കണോ വേണ്ടേ എന്നുള്ളത് അവസാനത്തെ കാര്യമാണ്. കാര്യം മീനിൻ്റെ പീസ് മാറിനേറ്റ് ചെയ്തപ്പോൾ ഇച്ചിരി പുളി വെള്ളം ചേർത്തിട്ടാണ് മാറിനേറ്റ് ചെയ്തത്, ഈ ടാമറിൻ പേസ്റ്റ്. പിന്നെ ഇപ്പോൾ ഗ്രേവിയിൽ ടൊമാറ്റോ പ്യൂറി ഉണ്ട്, ടൊമാറ്റോ പീസസ് ഉണ്ട്, അതുകൂടാതെ പച്ച മാങ്ങയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ മീനിനകത്ത് പുരട്ടിയിരുന്ന പുളിയുടെ രസം ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവസാനം പുളി പോരാന്ന് തോന്നുകയാണെങ്കിൽ ടാമറിൻ പേസ്റ്റ് ചേർക്കുക, അല്ലെങ്കിൽ പുളി പിഴിഞ്ഞത് ചേർക്കുക, അല്ലെങ്കിൽ ആവശ്യമില്ല. അപ്പോൾ നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് ഇങ്ങനെ ഇരിക്കണം. ഇനി ഇതിൽ കടന്നിട്ട് മീൻ വേഗം കുറച്ച് വെള്ളം കൂടി ഒഴിക്കാൻ പോകണം. ഇച്ചിരി കൂടെ ലൂസാക്കണം. ഒരുപാട് കുറുകിയതുമല്ല, ഒരുപാട് വെള്ളം പോലെയല്ല ഇതിൻ്റെ ചാറ് വരേണ്ടത്. ചെറിയ തീയിലിട്ടിട്ട് വേവിക്കാം. പാത്രം ഒന്ന് അടച്ച്. ഇപ്പോൾ ഏകദേശം 1/4 ഭാഗം വെന്തിട്ടുണ്ട്. അടപ്പ് തുറന്ന് നോക്കി. പെട്ടെന്നാകുമല്ലോ. മീനെന്ന് പറഞ്ഞാൽ അധികം താമസമില്ലാത്ത കാര്യമാണ് വേഗം. അതിൻ്റെ കൂടെ ആ പച്ച മാങ്ങയുടെ പീസും കൂടെ കിടന്ന് ഏതാണ്ട് 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് പുളി ചേർക്കണം. ഇപ്പോൾ പുളിസ് പറഞ്ഞാലൊരു പുളിയുള്ളൊരു കറിയാണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ ഇനി മാങ്ങയുടെ പുളിയും ടൊമാറ്റോയുടെ പുളിയും ഉണ്ടെങ്കിലും പോരാ, കുറച്ച് പുളിയും കൂടി വേണം. സോ ടാമറിൻ ജ്യൂസ് മസ്റ്റാണ്. അപ്പോൾ അവസാന ഭാഗം കുറച്ച് ഏതാണ്ട് 1/4 വേഗമായി കഴിഞ്ഞിട്ട് കുറച്ച് പുളിയും കൂടി ചേർക്കുന്നു. പിഴിഞ്ഞ് നല്ല കുറുകിയ വാളംപുളി ചേർക്കുന്നു. ആൻഡ് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യുക. അതിൻ്റെ വലിയ ഫിനിഷ് കൊറിയൻഡർ ലീവ്സ്. ഇത് കൂടാതെ മല്ലിയിലയും കൂടി അതിനകത്തേക്ക് ഇടും അവസാന ഭാഗം. അപ്പോൾ കറിവേപ്പില ചേർത്തിട്ടുണ്ട് എങ്കിലും ലാസ്റ്റ് മല്ലിയിലയും കൂടി ചേർക്കും. ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. തീ ഓഫ് ചെയ്യാം. അപ്പോൾ മീൻ അതിൻ്റെ പീസ് നല്ല അതേപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ തന്നെയല്ലേ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ വെച്ചിട്ട് അതിനകത്തേക്ക് ഗ്രേവി വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നു. ഓക്കെ, ഇറ്റ്സ് റെഡി. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ആ മീനിൻ്റെ പീസസ് കുറച്ച് നേരം മാറിനേറ്റ് ചെയ്ത് വെച്ചിരുന്നുണ്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ ഉപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം സ്വാദ് കൂടും. റെഡി. ദിസ് ഈസ് what is this? Nellore fish curry and chappala pulusu Nellore special. അത് ആന്ധ്ര സ്പെഷ്യാലിറ്റിയാണ് ഈ ഫിഷ്. അപ്പം ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ്. അതായത് പുളിയും എരിവും എല്ലാം കൂടി ബാലൻസ്. ഇറ്റ്സ് വെരി നൈസ്. എക്സലൻറ്റ്. അല്ല ചോറിൽ ഈ ചാറൊക്കെ ഒഴിച്ച് കഴിച്ചാലുണ്ടല്ലോ എന്ത് സ്വാദായിരിക്കും അറിയാം. അപ്പോൾ ഇതും നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം തന്നെയാണ്. കേരളത്തിലെ ആൾക്കാർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. ഓക്കെ, താങ്ക് യു ഷെഫ്. താങ്ക് യു സോ മച്ച്.